ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ന്യൂസ് കിച്ചൺ. ഇറ്റ്സ് മീ അനീസ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ സൽക്കാരങ്ങളിലും പെരുന്നാളിനൊക്കെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടുള്ള മടക്ക് പത്തലിൻ്റെ റെസിപ്പി ആട്ടോ. നമ്മൾ കണ്ണൂർ ഭാഗങ്ങളിലൊക്കെ നമ്മൾ ബിരിയാണി അൽസൊക്കെ സെർവ് ചെയ്യുന്നതിന് മുമ്പ് പെരുന്നാളിനും സൽക്കാരങ്ങളിലും സെർവ് ചെയ്യുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് അല്പം മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. അതോടൊപ്പം തന്നെ അല്പം ഓയിൽ ചേർക്കാം. ഇനി ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ആ ഒരു പരുവത്തിൽ നിന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ഒരു ബോളാക്കിയിട്ട് എടുക്കാം. നമ്മൾ പൂരിയുടെ വലിപ്പത്തിലുള്ള ഒരു ചെറിയ ബോളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇതിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഷേപ്പിലാണ് നമുക്കിത് പരത്തിയെടുക്കേണ്ടത്. മൈദ അല്പം വിതറിയിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ. ഇതിന് മുമ്പ് ഞാനൊരു പനിനീർ പെട്ടീൻ്റെ റെസിപ്പിയും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നമുക്ക് ഇതേപോലെ പെരുന്നാളിനും സൽക്കാരങ്ങളിലൊക്കെ സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നമ്മളെ ഭാഗത്ത് ഈ മുട്ടമാല, അതേപോലെ ഈ പനിനീർ പെട്ടി, ഈ മടക്ക് പത്തലൊക്കെയാണ് സ്റ്റാർട്ടറായിട്ട് സെർവ് ചെയ്യാറുള്ളത്. ഈ മുട്ടമാലയുടെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതേപോലെ പൂരിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ അല്പം പരത്തിയെടുക്കാം. അധികം തിക്കല്ല അധികം തിന്നല്ലാത്ത രീതിയിൽ ഒരു മീഡിയം തിക്നെസ്സിൽ ഇതൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് അല്പം ഓയിലൊന്ന് തടവാം. എന്നിട്ട് ഇതിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത്. 4 ഭാഗം ഇതേപോലെ മടക്കിയതിന് ശേഷം അതിൻ്റെ എഡ്ജ് ഇതേപോലെ ഒന്ന് നീട്ടി പരത്തിയെടുക്കാം. എന്നിട്ട് അതൊന്ന് ഉൾഭാഗത്തേക്കായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതാണ് ഈ മടക്ക് പത്തലിൻ്റെ ഒരു ഷേപ്പ്. ഇതേപോലെ എല്ലാം പരത്തിയെടുക്കാം. അതിന് ശേഷം ഇത് പൊരിച്ചെടുത്താൽ മതി. ഇനി ഒരു ചീനച്ചട്ടിയിൽ അല്പം ഓയിലൊന്ന് ചൂടാക്കാം. എന്നിട്ട് ഓയിലൊന്ന് ചൂടായി വന്നാൽ ഇത് ഓരോന്നായി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് പൊരിച്ച് കോരിയെടുക്കാം. അപ്പോൾ ഇത് പൂരിയൊക്കെ വീർത്ത് വരുന്നത് പോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മതി കേട്ടോ ഇതൊന്ന് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഇത് പൂരിയൊക്കെ പൊന്തി വരുന്നത് പോലെ ഇതൊന്ന് വീർത്ത് വരും. ഇതിൻ്റെ ഒരു വശം കുക്കായി കഴിഞ്ഞാൽ അതൊന്ന് മറിച്ചിട്ടെടുക്കാം. എന്നിട്ട് അതിൻ്റെ മറുവശം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കൂടുതൽ ഗോൾഡൻ കളറാവുന്നും വേണ്ട. വീർത്ത് വന്ന ഉടനെ തന്നെ ഒന്ന് മറിച്ചിട്ടെടുത്തിട്ട് ഒരു 2-3 മിനിറ്റും കൂടി വെച്ചതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു കളറ്. കൂടുതൽ ബ്രൗൺ കളറായി വെക്കുന്നത് വരെ ഒന്ന് പൊരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി 2 മുട്ട ഇതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു മുട്ട മതി ഒരു മടക്ക് പത്തലിന്. മുട്ട പഞ്ചസാരയൊന്നും ഇല്ലാണ്ട് മുട്ട മാത്രം ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക, ഫോർക്ക് വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ പൊരിച്ചെടുത്തിട്ടുള്ള മടക്ക് പത്തൽ ചൂടൊക്കെ പോയ ശേഷം കേട്ടോ ഇതേപോലെ നമ്മൾ ഈ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് പോലെ ഒരു ഫ്രൈ പാനിൽ അല്പം ഗീ ആക്കിയതിന് ശേഷം ആ മുട്ടയിൽ മുക്കിയെടുത്തിട്ടുള്ള ഈ മടക്ക് പത്തൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വശം ഒന്ന് മുട്ട ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ 2 വശം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഈ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ്. മുട്ടേൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചേർക്കാം. അത്യാവശ്യം മുട്ടയൊക്കെ കുറച്ച് തിക്നെസ്സിലുണ്ടെങ്കിൽ തന്നെയാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവല്. ഗീ ഇട്ടിട്ട് തന്നെ വേണം കേട്ടോ ഇതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി. വെളിച്ചെണ്ണയോ അല്ല ഓയിലൊന്നും ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ മടക്ക് പത്തൽ പൊരിച്ച് കോരിയിട്ട്
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ അതിൻ്റെ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം ഇതേപോലെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പൊരിച്ച് കോരി എടുത്താലും മതി. അപ്പോൾ ഇത് രണ്ട് വശവും നമ്മളിതാ നന്നായിട്ട് തന്നെ ഗീയിൽ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പാനീയം വേണം കേട്ടോ. അതിനായി ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും അല്പം ഏലക്കായ് പൊടിയും കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ഈ പാനി കുറച്ച് കുറുക്കിയെടുക്കാം. ഇതിന് മുമ്പ് ഞാനൊരു പനിനീർ പെട്ടീൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിന്. അതേ സെയിം കൺസിസ്റ്റൻസി ആട്ടോ ഈ പനിനീർ പെട്ടീൻ്റെ. ആ സിറപ്പും ഈ മടക്ക് പത്തിൻ്റെ സിറപ്പൊക്കെ സെയിം കൺസിസ്റ്റൻസിയാണ്. അധികം നൂൽപ്പരുവത്തിലല്ല, എന്നാൽ കുറച്ച് തിക്നെസ് ആവും. കൈനെ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരല്പം അതിൻ്റെ പാനി തിക്നെസ് ആകുന്ന സമയത്ത് ഓഫാക്കിയാൽ മതി. ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ഒരു കട്ട് കൊടുക്കാം. എന്നിട്ട് ആ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണം നമ്മളിത് കഴിക്കാൻ. നല്ല ടേസ്റ്റ് ആട്ടോ. പനീർ പെട്ടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലേക്കൊന്ന് മൊത്തത്തിലൊന്ന് ഒഴിച്ചെടുത്തിട്ട് സെർവ് ചെയ്യൽ. ഷുഗർ സിറപ്പ് അധികം നേർത്തതാവാനും പാടില്ല, അതേപോലെ ഒരു നൂൽ പരുവും ആവണ്ട, കുറച്ച് നല്ല കുറുകി എടുത്താൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് ഫോർ വാച്ചിങ്.